ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? എനിക്കും സുഖം, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഇപ്പോൾ ജാസിലൊരു വീഡിയോ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. അതെന്താണെന്നുള്ള ആദ്യം ഒന്ന് കേൾക്ക്. അതെന്നെ പറയണത്, നിനക്ക് ഇതിമെന്ന് ഒരു തലമുറയെ ഉണ്ടാക്കാൻ പറ്റുവെങ്കിൽ നിന്നെ ആരും കളിയാക്കൂല. പക്ഷെ ഇത് നീ ചെയ്യുന്ന എന്താ? നിങ്ങൾ രണ്ടാളും തെമ്മാടിത്തരത്തിൻ്റെ പേരിലും വേണ്ടിയിട്ട് ഇത് നിങ്ങളോട് കൂടെ തീർന്നില്ലേ? വേറെ ഒരു തലമുറ ഇമെന്ന് ഉണ്ടാവുന്നില്ലല്ലോ. വേറൊരാൾ ജനിക്കും. ഇരുമ്പ് പോലും, ഇരുമ്പിനേക്കാൾ ചെറിയ ജീവികൾ ഈ ഭൂലോകത്തുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഓരോ കഴിവുണ്ട്. എന്ത്? പാരമ്പര്യത്തെ സൃഷ്ടിക്കല്, തലമുറയെ സൃഷ്ടിക്കല്. നിങ്ങളെ കൊണ്ട് എന്ത് ഇതാ പറ്റുക? കേട്ടോ നിങ്ങളെ? ഇതിനെ കുറിച്ചിട്ട് ഒരു 3-4 പേര് എനിക്ക് കമന്റ് ആ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. എന്താ അറിയോ ബ്രോ, അങ്ങനെ പാരമ്പര്യം ഉണ്ടാക്കാൻ കഴിയോ എന്ന് ചോദിക്കല്ലേ. ഞങ്ങൾ ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുട്ടികളില്ല. അപ്പോൾ ബ്രോ അങ്ങനെ പറഞ്ഞത് ഭയങ്കര വിഷമമായി. ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണല്. നിങ്ങളുടെ വീഡിയോ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരം കാണുന്ന ഒരാളാണ്. പക്ഷെ ബ്രോ ഇത് പറഞ്ഞത് മനസ്സിന് വല്ലാതെ എനിക്ക് തട്ടി. ഇന്നെപ്പോലത്തെ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ അത് പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. അന്നേ ഞാൻ അതിനൊരു റിപ്ലൈ കൊടുത്തിരുന്നു. ബ്രോ, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ സഹിതം തന്നെ ഞാൻ പറയുന്നുള്ളത്. ആ ബ്രോക്കും അതുപോലെ കമന്റ് എഴുതിയ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും ഭർത്താക്കന്മാരാ, അതിൽ ഭാര്യയല്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പം നിങ്ങളെ അവർ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അത് രണ്ടും കൊടമണി ടീമാണ്. അവർക്ക് എങ്ങനെ പാരമ്പര്യം ഉണ്ടാക്കാൻ കഴിയും? ഒരിക്കലും കഴിയൂല. ഞാൻ അതാണ് അവിടെ മെൻഷൻ ചെയ്തത്. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയും. പിന്നെ ഒരു മക്കളില്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും തെറ്റൊന്നുമല്ല. ഇപ്പം എത്രയോ മക്കൾ പൂതി തീരുന്നതിൻ്റെ മുമ്പ് തന്നെ, നമുക്ക് കണ്ടു പൂതി തീരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഒന്നും വേണ്ട, എത്ര ചിന്തിച്ചാൽ മതി. ഇപ്പം നോക്കിയേ, ജനിപ്പിച്ച് ഇത്രയും വലുതാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്ത് സ്നേഹിച്ചിട്ട് അവസാനം ആ മകൻ എന്താ ചെയ്തത്? തള്ളയുടെ കൗത്തറുത്ത് കൊന്നില്ലേ? നേരെ തൊട്ടപ്പുറത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ കൂടപ്പറപ്പിങ്ങളെ കൊന്നു, കാമുകനെ കൊന്നു. ഇതൊക്കെ മക്കൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ വലിയ എന്തെങ്കിലും ഒരു ദുരന്തം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ നന്മ കൊണ്ടോ ഇല്ലാതെയാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിലേറെ വലിയ എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് കരുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മക്കളില്ലാത്തത് ഒരു കുറവായിട്ടോ അതല്ലെങ്കിൽ ഒരു കുറ്റമായിട്ടോ ഒരിക്കലും കാണരുത്. എന്തിനും ഒരു മറുവശമുണ്ട്. നിങ്ങളീ ഇവര് ഒരേ ത്രാസിലിട്ടിട്ട് ഒരിക്കലും നിങ്ങൾ തൂക്കിക്കളയരുത്. നിങ്ങൾ വേറെ, ഇവര് വേറെ. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഓരോന്ന് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊണ്ടുവരിക. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് നീ എന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തു, ഇത് കണ്ട് നാളെ വേറെ ആരെങ്കിലും ചെയ്തു. ഇവർക്കൊന്നും ഒരു തലമുറനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ലല്ലോ. ആണും പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇനി തലമുറ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതൊരു ഭംഗിയാണ്, അതൊരു മൊഞ്ചാണ്. ചിലപ്പോൾ അവരുടെ സൃഷ്ടാവ് വിചാരിച്ചിട്ടുണ്ടാവും, നിന്നെ സ്നേഹിക്കാൻ ഇവളെ സ്നേഹിക്കാൻ നീയും മാത്രം മതി. ഇതിൻ്റെ ഇടയിലൊരു വേണ്ടാന്നുള്ളതാണ് തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ഭംഗി. അതിനേക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. 100% അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ഇവനെ പറയുമ്പോഴത്തേക്ക് പൊള്ളുന്നവരുണ്ട് വേറെ കുറച്ച് പേര്. ഇപ്പോൾ ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, 4 ദിവസം മുമ്പ് കഴിഞ്ഞതാ. നിങ്ങൾ ആദ്യം ഒന്ന് കാണും. ഒരിക്കലും ആശയുടെ ഉമ്മ ഞാൻ ട്രാൻസ് പേഴ്സൺ ആണ്, ഇന്നൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ അല്ല അവര്. അതുകൊണ്ടുള്ള ഒരു ദേഷ്യം അവർക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ആശിനെ പോലത്തെ ഒരു നല്ലൊരു വ്യക്തിനെ ഒരു ട്രാൻസായി വിവാഹം കഴിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ആശയുടെ ഉമ്മ ചിന്തിക്കുന്നത് അവന് വേറെ കല്യാണം കഴിച്ചൊരു കുട്ടി, അവൻ്റെ ഒരു ഭാവി തലമുറ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ അമ്മയുടെ വോയിസ് കേട്ടപ്പോൾ ദേഷ്യമല്ല വന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഉമ്മക്ക് എത്രത്തോളം ആശയോടുള്ളൊരു ഇഷ്ടമാണ് അവിടെ ഞാൻ അതിൽ നോക്കി കാണുന്നത്. അപ്പോൾ ആശ ഏതൊരു കണ്ടങ്ങളെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നു? ഇല്ലല്ലോ. ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഒപ്പം അവിടെ ഇരുന്ന് പ്രസംഗിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഇവനെ ഞാൻ ഇത്ര വിമർശിക്കണതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ ഇതിൻ്റെ കൈക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴും ഈ ഇവൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോഴും രണ്ടും എന്താ പറയുക, ആനി അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ഇപ്പം ഇവൻ പറഞ്ഞ ഇവൻ്റെ ഉമ്മാക്കില്ലേ, ഉമ്മാക്ക് പാവാണ്, ഉമ്മയല്ലേ. ഇനി ഇത് യഥാർത്ഥ രൂപം കണ്ടോ, എന്നിട്ട് നിങ്ങൾ തന്നെ പറയും. ഓന ഉമ്മാനോട് പറയണേ.
കുണ്ടൻ ഞാനല്ല, നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ പറ്റിയിട്ടില്ലേ, അവരെ പോകത്ത് പോയി വിളിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർ, അവരെ പോയിട്ട് വിളിക്കുക, കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുവന്ന് വിളിക്കുക. ഞാൻ കൊണ്ടുവന്നായിട്ടല്ല ജീവിക്കുന്നത്, മനസ്സിലായ? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലീസ് കേസ് ഞാൻ അങ്ങോട്ട് വരും. നിങ്ങൾക്ക് നല്ല ഈമാൻ ഇസ്ലാം ഉണ്ടല്ലോ അല്ലേ? അത് നിങ്ങൾ രണ്ടാമത്തെ മോൻ്റെ വൈഫുകളെ വീട്ടിൽ പോയിരുന്നത് അല്ലേ? കുറച്ച് ദിവസം നിങ്ങളെ ഹിബ്രോണ്ടും നിങ്ങളെ കുഞ്ചോണ്ടും തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ നെരിക്കേണ്ടി വന്നത്, മനസ്സിലായ? ആദ്യം മനസ്സിലായ ഒന്ന് ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിസ്കരിച്ച പോലെ കാര്യമില്ല. ആദ്യം ആ മനുഷ്യൻ ഓനെ പിന്നെ കുണ്ടാന്നല്ലാതെ ഐശ്വര്യറായി എന്ന് വിളിച്ചാൻ പറ്റുമോ? അങ്ങനെ തള്ളനോട് പറയണ വർത്താനപ്പ അത്. ഇതൊന്നും അല്ല, ഇനിയുണ്ട്, ഒന്നും കൂടി ഉണ്ട്, അതുകൂടിയും കേൾക്കും. ഈ വീഡിയോ അല്ല, മറ്റേ വീഡിയോ നീ അറിയില്ല. അതിനെ ഞാൻ പറഞ്ഞു വിട്ട് ഈ ജാസി പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഫോൺ എടുത്തു ആഷിക്ക്. അപ്പോൾ ആഷിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് കളിയാണ് കളിച്ചത്, നിങ്ങൾ എന്താണെന്ന് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്, ആരോടാണ് നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നെ ഇല്ലാന്നില്ല, ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ തന്നെ നന്ദിനോട് പറഞ്ഞത്. പിന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഫോൺ എടുക്കാണ്ടിരുന്നു, കുറേ എടുക്കാണ്ടിരുന്നു. പിന്നെ ഞാൻ എടുത്ത് സൈര്യം കിട്ടപ്പോൾ ഞാൻ എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ എടുത്തിട്ട് ഞാൻ ഒന്നും മുണ്ടിയില്ല. ഫോണിൽ മുണ്ടാണ്ടപ്പോൾ അവനോട് എന്താ പറഞ്ഞപ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കൂടി, ഞാൻ കേസ് കൊടുക്കാൻ പോകുകയാണ് പറഞ്ഞു. നീ കൊടുക്കടാ പറഞ്ഞു, നീ കൊടുക്കടാ, കേസ് കൊടുക്കടാ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഞാൻ വിളിച്ചില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ എൻ്റെ വലിയ മോനിക്ക് വിളിച്ചിട്ടും പറഞ്ഞു, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളി, സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കേസ് കൊടുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞു. വേറെ ഒന്നും ആവാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചിട്ട്, നിങ്ങളെന്താ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, ആരാടാ ഞങ്ങളെ വിളിച്ച്, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ലടാ, നീ കേസ് കൊടുക്കടാ പോയിട്ട് പറഞ്ഞു. പിന്നെ എന്താണ്, എൻ്റെ മുമ്പത്തെ ഒരു ദിവസം ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്ത് നീ ഒരു കുണ്ടൻ്റെ കൂടെ അങ്ങനെ നടന്നിട്ടാടാ നീ ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ എൻ്റെ മോനിക്കാണ്. കേട്ടോ നിങ്ങളെ, ലോകത്ത് ഒരു ഉമ്മാക്കും ഇത്രയും ഗതി വരാതിരിക്കട്ടെ. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം മോനിക്ക് ഒരു മെസ്സേജ് വിട്ടതാ, അതിന് റിപ്ലൈ കൊടുക്കുന്ന യുവന. ആ ഉമ്മ മെസ്സേജ് വിടുന്നത് ജാസിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താ അറിയോ? ഈ മെസ്സേജ് ആഷി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സലിവ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞ് ജാസിനെ ഇട്ട് പോകുമോ എന്നുള്ള നല്ല പേടി ജാസിക്കുണ്ട്. അതിന് കാരണം എന്താ? ആഷി ഒരിക്കലും ജാസിയുടെ ടൈപ്പ് ആളല്ല. ജാസി വേറെ, ആഷി വേറെ. പക്ഷെ ജാസി എന്താ ചെയ്യുന്നത്? ആഷിനെ ഇതിലേക്ക് തന്നെ ആഴത്തിൽ ഇറക്കി കൊണ്ടുപോകാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. പണിക്കരാണെങ്കിൽ പണിക്കര, മൂല്യരാണെങ്കിൽ മൂല്യര, പള്ളിയിലച്ഛനാണെങ്കിൽ പള്ളിയിലച്ഛന്, എന്ത് ഭണ്ഡാരം ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇവൻ നിൽക്കണം. ഇതാണ് ഇവന്റെ കാര്യം. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എന്ത് കൂടപ്പറപ്പിനി മറ്റേ കാമുകിനി എല്ലാം വെട്ടിക്കൊന്നിട്ട് ആ ഉമ്മ ഹോസ്പിറ്റലിൽ കടന്നിട്ട് എനിക്ക് പരാതിയില്ല, ഞാൻ വെഴുതി വീണതാണ്, അല്ലാതെ ഇന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, എന്തിനെ? സ്വന്തം മോൻ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മാതാവ്, മനസ്സിലായോ? ഉമ്മ എന്നൊക്കെ പറയുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണത്. എത്ര മക്കള് എന്തൊക്കെ ചെയ്താലും ശരി, അവരെ ഒരിക്കലും ഒരു അപകടത്തിലേക്ക് വിടൂല. അവരുടെ ലൈഫിന് മറ്റുള്ളവർക്കൊക്കെ പറയാം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്. പക്ഷെ ഒരു ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. കാരണം ആ ഉമ്മാക്കാണ് പോകുന്നത്, അവന്റെ ഭാവിയാണ് പോകുന്നത്. ഇവർ ഈ തലമുറക്ക് കൊടുക്കുന്ന മെസ്സേജിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതോട്ടില്ലേനും. ഇതൊക്കെ ആ ഉമ്മാക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ആ ഉമ്മ ഇതിനെക്കുറിച്ച് എതിർക്കുമ്പോൾ ആ ഉമ്മയെ തെറി വിളിക്കുക, എന്നിട്ട് മറ്റോനെ ആ കൊറ്റൻ താടിയും വെച്ചും കൊണ്ട് പല്ലും ചിരിച്ച് ബാക്കിലും നിൽക്കുക. സ്വന്തം ഉമ്മാനെ, നമ്മളൊക്കെ ഉമ്മാനെ ഒരാളും നമ്മുടെ അറിവോട് കൂടെ തെറി പറഞ്ഞാൽ ഒരിക്കലും പറയുള്ളൂ, രണ്ടാമത്തേന് അവർക്ക് നാക്കുണ്ടാവൂല. ഇത് സ്വന്തം തള്ളനെ ഈ കുണ്ടനെയും വെച്ചിട്ട് ഇങ്ങനെ തെറി പറയിപ്പിക്കുക. ഇതിനൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അന്നത് പറഞ്ഞത്, തലമുറയുടെ കാര്യം. അല്ലാതെ നിങ്ങൾ ആരെയും ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇവനക്ക് റീലിലെ ഗർഭിണനാകാൻ പറ്റുള്ളൂ. ഗർഭിണിന്ന് ഞാൻ പറയില്ല, അപ്പൊ വെണ്ണല്ലോ, അപ്പൊ ഗർഭിണൻ അത് മതി. റിയൽ ആയിട്ടൊന്നും ആവട്ടെ, ഈ റീല് വിട്ടിട്ടൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഓനൊന്ന് ഗർഭിണനാവട്ടെ, അത് കാണണല്ലോ. നേരം വെളുക്കുമ്പോ സാരിയും ചുറ്റി എടുത്തിട്ട് ഇറങ്ങും, മറ്റേ കൊലയും തൂക്കിയും കൊണ്ട്. എന്നിട്ട് ഓൻ മാറ്റിലോരോ മുഴുവൻ തെറി വരാം. ഇവനക്ക് കുറേ മഞ്ഞ ചാനലുണ്ട്. ഇത് കയറി ഇരുന്നിട്ട് ഇവൻ ഈ പറഞ്ഞു വിടുന്നതും പടച്ചു വിടുന്നതും ഒക്കെ സത്യമാണെന്ന് വിചാരിക്കണ ഇങ്ങളെ വേണം തല്ലാന്. ഇവൻ അടുത്തറിയുന്നവർക്ക് ഇവന്റെ യഥാർത്ഥ സ്വഭാവം അറിയുള്ളൂ. ഇന്ന ഒരു കാര്യത്തിലും അവൻ ദ്രോഹിച്ചിട്ടില്ല, എനിക്ക് ഒരു കാര്യത്തിലും അവനോട് ദേഷ്യമല്ല. പക്ഷെ അവൻ ഈ ചെയ്ത് കൂട്ടുന്നതോ ഇത് കണ്ടിട്ട് ഇപ്പൊ അവൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എത്ര ചെറിയ ചെറിയ ചെക്കന്മാരെ അത്രേ ഇവനക്ക് മെസ്സേജ് വിടുന്നത് ഈ കാര്യം പറഞ്ഞിട്ട്, ഇവനിഷ്ടാണ് ഇത്. അപ്പൊ ഈ ഇവറ്റക്ക് അന്തല്ല, അതിനുള്ള അന്തള്ളൂ. പക്ഷെ ഈ ചെറുപ്പത്തിലേ ഈ ബ്രെയിൻ വാഷ് ചെയ്ത് വന്ന ഇവറ്റ എങ്ങനെയാകാണ്? നേരം വെളുക്കുമ്പോ ഒരു ചുരിദാറും കയറ്റിയിട്ട് നടക്കുകയാണ്. അതാണ് ഇപ്പൊ ഇന്നത്തെ തലമുറക്ക് കൊടുക്കുന്ന മെസ്സേജ്. എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ. ഞാൻ പറയുന്നത് എന്താന്ന് ആദ്യം നേരങ്ങൾ കേൾക്കും, എന്നിട്ട് നിങ്ങൾ വിമർശിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സഹതാപമോ കുറ്റബോധമോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഉമ്മാനൊന്ന് പോയി കാണുക, അതൊന്ന് ചോദിച്ചു നോക്ക്. അതാ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കണില്ല,
ഇവന്റെ കാര്യം ഓർത്ത് കരഞ്ഞിട്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആർക്കത്ര പൊള്ളണ്? ഇത്രയും പ്രായമുള്ള ഒരു ചെങ്ങായിനെ കൊണ്ട് സാരി ഇടിപ്പിച്ചിട്ട് ഓനോന്റെ തള്ളനെയും മറ്റേ തെറി വിളിപ്പിച്ചിട്ട് മഞ്ഞൾ വെള്ളം കലക്കി കളിച്ച. അതിക്ക് നല്ല കുറച്ച് മുളകും പൊടി ആക്കിയിട്ട് രണ്ടാളോട് തേച്ചളി, ഞങ്ങൾ ആ ക്രിമിയടിയാണ് മാറിക്കിട്ടും. ഈ ദുനിയാവിലുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തള്ളാരെ സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിച്ചും കൊണ്ടും അവരെ മറ്റുള്ള സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയിട്ടുള്ള എന്ത് പരിപാടി ആയിക്കോട്ടെ എവിടെയും നിങ്ങൾ എത്തൂല. മനസ്സിലായോ? ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവ എന്നും ഇതേപോലെ നടക്കുന്ന വിചാരം ഇവ കുറച്ചു നാൾ കഴിയട്ടെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ യഥാർത്ഥ സ്വഭാവം എന്താ. ഇവന്റെ അന്ന് പറയുന്നു മാരിക്കോ ഫോൺ ചെയ്തിട്ട് എന്നെ ഡാന്ന് വിളിക്കല്ലേ, എന്നെ ഡീന്ന് വിളിക്കണം. പിന്നെ അതേമാതിരി പറ ആശി എന്റെ ഭർത്താവാ, ആശി എന്റെ ഭർത്താവാ, എന്റെ ഭർത്താവിനെ നീ എങ്ങനെ അങ്ങനെ പറയാ? എങ്ങനെ എന്റെ ഭർത്താവണു? ഇജ്ജ് പെണ്ണ? ഞങ്ങളൊക്കെ നാട്ടിലെ പെണ്ണുങ്ങളെ പറയല്ലേ ആണുങ്ങളെ ഭർത്താവെന്ന്. ഇജ്ജ് എങ്ങനെയാ അത് പറയാ? അനക്ക് ഇന്നലെ ഉണ്ടായ ഒരു ഹോർമോണും ഇന്നലെ ഉണ്ടായ സാരിയും ചുരിദാറും അല്ലേ ഇപ്പൊ അത്? അതിന് മുമ്പ് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് അവൻ്റെ ഒരു ഭർത്താവും ഡിയും നേരങ്ങത്തിൽ ജീവിച്ച പെൻഷൻ വാങ്ങാനായില്ല എനക്ക്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. അജ്ജാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. പല ടെസ്റ്റ് നിർത്തിയ വണ്ടിയെ തോന്നും അത്രയൊക്കെ പെയിന്റ് അടിച്ചിരിക്കുന്ന ആ മോട്ടത്തിൽ. ആ നന്ദിനി റെഡ്ഡി പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവളെ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ. പക്ഷെ സത്യം അറിഞ്ഞപ്പോഴാണ് അതൊരു മഹാപാവാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് നല്ല പണി കൊടുത്തുക്കണു തന്നെ. ഇപ്പൊ ആ പെൺകുട്ടിനെ ഈ എന്താ പറയാ ഇവന്റെ ആശയുടെ ഉമ്മ വിളിക്കും. അതിനോടാണ് ഇത് കരയും പറച്ചിലും ഒക്കെ നടത്തുന്നത്. കാരണം ഉള്ളൊരു മകം ഈ ചങ്ങായിയുടെ പിന്നാലെ നടക്കുകയല്ലേ. അപ്പോ അവളെ വിളിച്ചിട്ടും അവളോട് വാട്സാപ്പിലൊക്കെയാണ് ഇവര് സംസാരിക്കല്. അങ്ങനെ കുറെ വോയിസ് എന്റെ കയ്യിൽ വേറെയും കിട്ടിയിരിക്കണു അവര് തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയേ. ഓക്കെ, ആ വിളിക്കുമ്പോൾ ഞാൻ താഴത്ത് ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനോട് ചോദിച്ചതല്ലേ, നിന്നോട് ആശ ഞാൻ കണ്ടു ഇവിടെ പോണത്, ആശയുടെ വണ്ടിയോ ആശ ഫ്രണ്ട് വണ്ടി വന്ന് പോയി. അപ്പൊ നീ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല എന്ന്. പക്ഷെ ആശ ഇന്നിട്ട സെയിം ഡ്രസ്സാണത് നന്ദിനി. തെളിവാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള തെളിവ്. ഇതിനും വലിയ തെളിവ് ഞാൻ എന്ത് തരേണ്ടത്? നിന്റെ സംസാരം കാണുന്നത് നീ അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന നീ അല്ലേ. ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പുകവറെ കാണാൻ വേണ്ടി പോയതല്ല. അവിടെ എത്തിയിട്ട് ഇവൻ നമ്പറിൽ വിളിച്ച് അപ്പൊ അവള് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? വീഡിയോയിൽ നീ എന്താ കാണുന്നേ? ഇന്ന് നിങ്ങൾ ഇന്ന് നിന്റെ വായനക്ക് വെക്കണം. ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? ഇന്ന് നിങ്ങൾ തല മീറ്റ് ചെയ്തോ? തല്ലരുത്. ഇല്ല, മീറ്റ് ചെയ്തോ? ആന്ന് പറ. ഇന്നലെ കണ്ടത് നിങ്ങൾ നന്ദിനി താഴത്തേക്ക് ഇറങ്ങി വന്നു, നിങ്ങൾ മീറ്റ് ചെയ്തു. ഉറപ്പല്ലേ? എന്റെ ഭർത്താവിനോട് ചോദിച്ചു, ഇതാ എന്റെ ഭർത്താവാണ് ഈ പറയുന്നത്, നിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. പിന്നെ എന്തിനാണ് നന്ദിനി നീ എന്നോട് നുണ പറയുന്നത്? നീ എന്തിനാ നുണ പറയുന്നത് നന്ദിനി? കേട്ടില്ലേ? ഞാൻ അവളോട് സംസാരിച്ചു ഈ നന്ദിനോട്. അപ്പൊ അവള് പറഞ്ഞെന്താ വെച്ചാൽ എനിക്കിത് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശരിക്ക് കുടുങ്ങും. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താ അറിയോ? എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണെന്നുള്ളത്. ഇവനെ കേസ് കൊടുത്തിട്ട് ഇവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇവനെ എവിടെ ഇടുക? ആണുങ്ങളെ സെല്ലിലോ അതോ പെണ്ണുങ്ങളെ സെല്ലിലോ? ആ ഗോവിന്ദ ജാമ്യമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെണ്ണ വിചാരിച്ചിട്ടുണ്ടല്ലോ, അപ്പ ശരിയാക്കും. പിന്നെ മേലാകെ സാരി എടുക്കൂല. ശരിക്കും ഇവനൊക്കെ ആ ഗോവിന്ദ ജാമ്യയുടെ സെല്ലിൽ കൊണ്ടുപോയിടണം. നമ്മന്റെ എല്ലാ സാരിയും ചുരിദാറും അപ്പയ്യും അവന്റെ എല്ലാ പൂതിയാണ് തീരും. പിന്നെ ഓ ആണുങ്ങളെ മാരിണ്ട് ഇറങ്ങി വരും. ഇനിയിപ്പൊ കാക്ക പുതിയതായിട്ട് ബിഗ് ബോസിക്ക് പോവാന്നൊക്കെ കേട്ടു. എവിടേക്കെങ്കിലും പോട്ടെ. അല്ല ആശിനെ കൊണ്ടുപോകണ്ടോ? പോകുമ്പോ ഇവിടെ നിർത്തി പോണ്ട. ഇവിടെ നിർത്തി പോയാൽ ഓ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിന്നാലെ പോകും. പിന്നെ ഇജ്ജ് വന്നിട്ട് എന്താ ചെയ്യാ? അതല്ലെങ്കിൽ അതിനിടക്ക് ആ തള്ളയുടെ പ്രാർത്ഥനയെങ്കിലും പടച്ചോൻ കേൾക്കാതിരിക്കൂല. എന്റെ മൂല്യൊരു ചെയ്ത കൂടോത്രത്തിന്റെ പവറും ഡോസൊക്കെ ഏറെക്കുറെ കഴിയാനായിരിക്കുന്നു. അതിപ്പോ നിങ്ങളെ കളി കാണുമ്പോ തന്നെ അറിയാം. എന്തായാലും ബിഗ് ബോസ് പോണീന്റെ മുന്നേ ആ മൂല്യരെ ഒന്നുകൂടി വിളിച്ചോളം ഉണ്ടോ? അതല്ലേ വരുമ്പോ ഉണ്ടാവൂല. പോറ്റൻ താടി ഒന്നിനാത്ര മൂന്നൊരു ചെങ്ങായിയാണ് കാട്ടുന്നത്. വെറ്റിലിയും മുറുക്കിയും കൊണ്ട് ഏതെങ്കിലും മൂലക്കരിക്കേണ്ട പ്രായമായിക്കണു. പോന്നിട്ട് പോയി കാട്ടിക്കൂട്ടുന്ന അംഗം നോക്കി ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കണ്ടോ? ആശിക്കിതാണ് ഇവന്റെ പിന്നാലെ നടന്നല്ല ഗുണം. ഒരു പണിക്കും തൊഴിലും പോണ്ട. രാവിലെ ഇല്ല എന്താ ഷൂവോ ഡ്രസ്സോ കൂട്ടാൻ വെക്കാനോ ചായയോ കടിയോ എന്താ വേണ്ട വെച്ചിട്ട് മുന്നിൽ കണ്ട് എത്തിച്ചു കൊടുക്കും. പിന്നെ എന്തിനാ വേറെ? ആയ കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ഓനും വിചാരിച്ചു. അവിടെ എന്ത് തള്ളക്കും തന്തക്കും എന്ത് പ്രശസ്തി? ഒരു പ്രശസ്തി ഇല്ല. ആ ഇരിക്കണത് നോക്കിയേ, 90% കൊലകളാ. ജാസ്തി എന്തിനേലും കുമ്പിട എടുക്കണോ? പെണ്ണുങ്ങളെ മാതിരി ഇവനാരാ? ഞാൻ ഈ ഷർട്ട് അയച്ച എന്താ എന്നുള്ളു കണക്കും. അല്ല ബുജ്ജെന്തിനത് പൊത്തണു?
ഓൻ്റെ ഒരു പോത്തലും. ഇതിന് മുമ്പ് ഓൻ ആണായി നടക്കണ സമയത്ത് ടിക്ടോക്കിലുണ്ടായിരുന്നു ഷർട്ടില്ലാതെ ഒരു ബനിയനൊക്കെ ഇട്ടിട്ട്. അന്ന് എവിടെ പോയി ഇവനിക്ക് നാണം? ഇപ്പൊ പെട്ടെന്നാണ് വന്നിട്ടൊരു പൊത്തലും മറക്കലൊക്കെ. ഈ വീഡിയോ ഒന്ന് നോക്കി. ഓനക്ക് അവറത്ത് ആറാമല്ല. പെൺവേഷം കെട്ടാൻ ഞാൻ ഒരുക്കാണ്ടല്ലോ എന്റെ പകുതി വരൂല. കാരണം നമുക്ക് വേഷം കെട്ടുകൊണ്ട് മാത്രം പെണ്ണാവൂല. ഞാൻ തള്ളക്ക ചെക്കനെ വിട്ടുകൊടുക്ക്, അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ജില്ല മാട്ടും മാറിനൊക്കെ ചെയ്തിട്ട് അതിനെ പിടിച്ചെത്തിട്ട് എൻ്റെ വാലുമ്പം തൂക്കിയിട്ട് നേരം വെളുത്ത മറ്റേ തൊടുവ് കൂടിയും അടുക്കളയിൽ കൂടി എന്തിനാടെ ചെങ്ങായി? ഒന്ന് ചിന്തിച്ചൂടെ എനക്ക്? ഇത്രയും മനുഷ്യന്മാർ എന്നെ ട്രോളുന്നത് എന്തിനാ അറിയോ? എൻ്റെ പോലെ ഇങ്ങൊരാളാകരുത്. എത്രയും ആളുകളുണ്ട് ഇങ്ങനെ ജന്മന. ആരും ഞാൻ ട്രോളിനില്ലല്ലോ. അതെന്തുകൊണ്ടാ അറിയോ? ഈ ജന്മന കിട്ടുന്നതും ജീവിച്ചിട്ട് ഇതൊരു ഫാഷനാക്കി എടുക്കുന്നതും രണ്ടും രണ്ടാണ്. അതാണ് ഇജി ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഈ ആ ദുബായി പോയിട്ടുള്ള ഒരു ഉടായ്പ കളിയാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്നെ അറിയുന്ന 90% ആളുകൾക്കും അറിയും. പിന്നെ 10% അതിപ്പം ഇനി രാമായണം ചൊല്ലിയാലും തെറി വിളിയാണ്, മറ്റേ ഖുർആൻ ഓതിയാലും തെറി വിളിയാണ്, ബൈബിൾ വായിച്ചാലും തെറി വിളിയാണ്. അപ്പൊ നല്ലത് ചെയ്താലും തെറി വിളിക്കണ കുറച്ച് ആളുകളുണ്ട്. ഓല് പിന്നെ ഇങ്ങനെ പറയും. അതെന്നെ സപ്പോർട്ടാണെന്ന് വിചാരിക്കരുത്. അത് ഏതെങ്കിലും അടിച്ചിരിക്കണ ആൾക്കാരും ആ കിറുക്കങ്ങനെ കമന്റ് വഴി പറയാണ്. അതല്ലേ പിന്നെ എൻ്റെ അസുഖക്കാരായിരിക്കും. ഞാൻ അത്ര അതിന് കരുതുന്നുള്ളൂ. ഇനി പോലെ എന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. പറയാനുള്ളത് ഞാൻ പറയുന്നേ ചെയ്യും. എന്താ ചെയ്തോ. എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെക്കന്മാരെ പോക്ക് അങ്ങനെയാണെന്ന്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ഒന്നുകൊണ്ട് ഇറങ്ങ് പുറത്തേക്ക്. ഈ അകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് അവനെയും തീറ്റിച്ചിട്ട് ഈ ഓരോ മോട്ടിവേഷൻ കൊടുക്കണ്ടല്ലോ, അതിൽ വഴി തെറ്റിപ്പോണ എത്ര ചെക്കന്മാരുണ്ടറിയോ? അത് എൻ്റെ ആ പിന്നിൽ നിൽക്കണോനിക്ക് അറിയില്ല. ഓനിക്ക് ആകെ അറിയാ തിന്നുക തൂറുക കിടക്കുക. ഇതന്നെ ഉള്ളൂ. ഓൻ്റെ ഉമ്മമാര് ഇനിയൊരു ഉമ്മാക്കൊരു ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇതാരും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇന്റർവ്യൂല് പറയുന്നതോ ഇന്റർവ്യൂല് ഇജ് കാണിക്കണോ ആളേ അല്ല ഇജ്. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ 7 അയലത്ത് നിൽക്കൂല ഒരു മനുഷ്യൻ. അത്രയും വലിയ തെറിവിളിയും അത്രയും വലിയ ഉടായ്പ മെയിൻറ്റുമാണ് എൻ്റെ അടുത്ത്. എവിടുന്ന് ആരെയാണ് ഈ പറഞ്ഞത് ഈ മൂല്യരെ കഥയ്ക്ക്? ഇത് എവിടുന്ന? ഇത് ഇത്രക്ക് പവറിലാണ് ഈ എനിക്കൊന്ന് പറഞ്ഞോണ്ടാ, ഞാനൊന്ന് പോയോട്ടെ. കള്ള മൂല്യര് ഒരാണിനെയും കൊണ്ട് ഇവനൊക്കെ എന്തിനാ നിസ്കരിച്ചു? ഓനൊക്കെ എന്ത് മൂല്യരാ? എവിടുത്തെ മൂല്യരാ? എന്തായാലും ഓൻ അനക്ക് പറ്റിയ മൂല്യർ തന്നെ, അതിൽ സംശയമൊന്നുമില്ല. കാരണം അന്യ ഓന് ഇക്കോലത്തിലാക്കിയില്ലേ. ഇപ്പൊ 2 ദിവസം മുമ്പ് തിരൂര് എവിടെ പോയി ഒരു പൊട്ടൊക്കെ തൊട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ട്, ചുരിദാർ എന്തോ എനിക്ക് ആകെ പെണ്ണുങ്ങളുടെ ഈ ഡ്രസ്സിന്റെ പേരിൽ ചുരിദാർ തന്നെ അറിയുള്ളൂ. പിന്നെ പറഞ്ഞു വേറെ ഒരു പേരും എനിക്കറിയില്ല. അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് ഓ അവിടെ പോയി നിന്നിട്ട് അസലാം അലൈക്കുന്ന്. അതിനാരും സലാം മടക്കില്ലെങ്കിലും ആ മൂല്യര് മടക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്പലത്തിൽ പോയാലും സലാം പറയും, ചർച്ചിൽ പോയാലും സലാം പറയും. ഇത് നോക്കിയേ, ഇതിലെന്തേലും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ചിരട്ടക്ക് വലിപ്പം പോരാഞ്ഞിട്ട് ഇപ്പൊ തേങ്ങന്നെ ആക്കിയിരിക്കും. നോക്കാം എന്താ പോലെ ആ കയറ്റി വെച്ചിരിക്കണത്. ഓന്റെ പള്ളയൊക്കെ നോക്ക്. 5-ാം നമ്പർ വന്ന അങ്ങനെയാണ് മുങ്ങിപ്പോകുന്നത്. ഫുള്ള് ഗ്യാസാണേ. അത്യാവശ്യം പ്രായമുണ്ട് ചങ്ങായിക്ക്. ആ ഗ്യാസിലുള്ള ഗുളിക എടുത്ത് കുടി, അല്ലെങ്കിൽ വളിയിട്ടിട്ടെങ്കിലും അതൊന്ന് ഒഴിവാക്ക്. ഈ ഇമാരി വള്ളയും വെച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ എന്റെ പിന്നാലെ അതാ ചങ്ങായി നടക്കണു. ചങ്ങായിയുടെ അമ്മയുടെ കാര്യം ആലോചിച്ച് അന്നിട്ടില്ല കലിപ്പ് തീരുന്നില്ല. ഓനൊരു ചുരിദാറൊക്കെ കയറ്റിയിട്ട് 2 വന്നിരുന്നിക്ക ഒരു മോട്ടിവേഷന്. എന്താ പറയണ അറിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ജനിക്കുന്ന ഒരു മക്കള് ഇങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും സമ്മതിക്കൂല. അപ്പൊ അത് ഓനിക്ക് തന്നെ അറിയാം ഒരിക്കലും ഒരു തന്തി തള്ളി സമ്മതിക്കൂല. എന്നിട്ടാണ് ഓൻ ആ തള്ളനെ ഇവന്റെ മുമ്പിൽ ഇരുന്ന് തെറി പറയുന്നത്. എന്നിട്ട് അത് കേട്ടിട്ട് മറ്റോൻ പറയാം ഇപ്പൊ ജാസി ഒരു പെണ്ണാണെന്ന് വിചാരിക്കുക. നിങ്ങളെ കണ്ടുകൂടെ ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. വല്ലാത്ത മോട്ടിവേഷൻ. അപ്പൊ ജാസിനെ മനസ്സിലുണ്ടാവും കള്ളനായ. അപ്പൊ ഇതുവരെ ജിന്നെ പെണ്ണാക്കി കണ്ടിട്ടില്ല, ഓനടക്കന്നെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പെണ്ണാണെന്ന് പറഞ്ഞ അന്റെ എടുത്തിരിക്കണ ഓനടക്കം എന്നെ പെണ്ണായി കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ അവൻ പറഞ്ഞത്. ജാസ് ഒരു പെണ്ണാണെന്ന് വിചാരിക്കുകയാണ്. അതാ പറഞ്ഞത്. വിചാരങ്ങളേ ഉള്ളൂ. ആരത്? അന്റെ മാത്രം. വേറെ ആർക്കും അങ്ങനെ ഒരു വിചാരമല്ല. ഇജ് എന്ത് കാട്ടിക്കൂട്ടിയാലും കമ്പിവേലിയും മതിലും കണ്ട അറിയുന്ന ആളുകൾ തന്നെ കേരളത്തില്. അതുകൊണ്ട് ആ പരിപ്പ് ഇവിടെ നടക്കൂല. എൻ്റെ ഒരു മോട്ടിവേഷൻ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ മോട്ടിവേഷന്. ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ എങ്ങനെ ചെറുക്കന്മാർ പാൻറ് ഊരി ചുരിദാർ ഊരി കയറ്റായിരിക്കുക? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടാണ് പ്രശ്നം എന്ന്.
അങ്ങനെ ഒരു മക്കൾ ജനിച്ചു വെച്ചെങ്കിൽ അതിന് വേണ്ട വഴി എന്താ വെച്ചാൽ ചെയ്യുക. പിന്നെ ഇനി ജന്മന അങ്ങനെ ഒരു ഉണ്ടായി, അതിൽ തെറ്റില്ല. എൻ്റെ മാതിരി ഒരു പെണ്ണിനെയും കെട്ടിയിട്ട് 10-20 സൽക്കാരവും കഴിഞ്ഞിട്ട് ഒരു ഹണിമൂണും കഴിഞ്ഞിട്ട് പിന്നെ ചുരിദാറിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടിച്ച് ശരിയാക്കുക വേണ്ടത്. അപ്പൊ അതിന് യഥാർത്ഥത്തിലുള്ള ഈ ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തരുത്. ഇജ്ജ് എന്താണെന്നുള്ളത് അന്നെ അറിയുന്നവർക്ക് അറിയുന്നത്. ഞാൻ അതിനാ വാദിക്കണത്. ഇജ്ജ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയും. ഇജ്ജ് ജന്മന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മഹലിൽ നിന്ന് ആ നിക്കാഹ് ചെയ്ത് തരുന്ന ആ സമയത്ത് എത്ര ആളുണ്ടാവും ഇജ്ജ് ഇങ്ങനെ ഉള്ള ഒരാളാണ്, ഓനിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണ്ടെന്ന് ആ പെൺവീട്ടുകാർ അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെ പെണ്ണിന് കണ്ണുണ്ടായിരുന്നില്ലേ? അല്ലെ പെണ്ണിന്റെ വാപ്പാക്ക് കണ്ണുണ്ടായിരുന്നില്ലേ? ഇത് കണ്ടറിഞ്ഞൂടെ? ഇജ്ജ് ഈ ദുബായിൽ വരെയുള്ള സ്റ്റഡിയിലാണ് നടന്നിരുന്നത്. ദുബായിക്ക് വന്നതിന് ശേഷമാണ് ഈ ആപ്പോട്ടോഷയുടെ ടയർ മാറി എൻ്റെ കാലൊക്കെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി വളയലും നടക്കലിലുള്ള വ്യത്യാസമൊക്കെ വന്നത്. ഇത് ഇങ്ങനെ നടന്നിരുന്നവോ പിന്നെ കണ്ടുക്കണു ഈ കാലം ഇങ്ങട്ടും ഈ കാലം ഇങ്ങട്ടും ഈ കാലം ഇങ്ങോട്ടും ആകെപ്പാടൊരു ഒളഞ്ചല്. എന്തിന്? ഇതാ പെണ്ണ്, ഏത് പെണ്ണ അങ്ങനെ നടക്കണ ഇതൊന്നും കാണിച്ചാട്ടിക്ക. യഥാർത്ഥ പെണ്ണ അങ്ങനെ നടക്കണില്ല. പിന്നെ ഇവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ ഉമ്മ അംഗീകരിക്കാത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത്. പിന്നെ എൻ്റെ കൂടെ ജീവിക്കണത് എനിക്ക് എന്തായാലും ഒരു കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഏത് ഉമ്മ ആഗ്രഹിക്കണല്ലേ എന്നുള്ളത് കേട്ടോ. കാരണം എനിക്ക് വിശ്വാസമില്ല, അതാണ് സത്യം. കാരണം നല്ലൊരു ചെക്കനെ ഞാൻ എൻ്റെ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മകൻ്റെ കല്യാണം, മകൻ്റെ കുട്ടി, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് എന്തായാലും കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ്റെ ഉമ്മ അംഗീകരിക്കാത്തത് ചിലപ്പോൾ. ഓനിക്ക് തന്നെ അറിയാം ഓൻ ചെയ്യണ ശുദ്ധ തമ്മാടിത്തരാണെന്നുള്ളത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുക എങ്ങനെയുണ്ട്? പിന്നെ അവൻ പറയുന്നുണ്ട് ഞാൻ UAE ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്, 28 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് എന്നുള്ളത്. ഇവ UAE എന്തിനാ ജയിലിൽ കിടന്നത്? പലരും പല ഗോസിപ്പാണ്. എനിക്ക് യഥാർത്ഥത്തിൽ അതിന്റെ കാര്യം അറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ചിലർ പറയണ്ട എന്തോ സ്പ്രേ എന്തൊക്കെ അടിച്ചു മാറ്റി അതിന് മറ്റേ മാളത്തെ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടതാണെന്നുള്ളത്. ഇവൻ പറയണത് നോക്കണ്ട. ഇവൻ ദുനിയാവിൽ സത്യം പറയില്ല. ഇവൻ തൊള്ള പൊളിച്ചാന്നുണേ പറയുള്ളൂ. ഇപ്പം ആ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വേറെ ആളാ. പിന്നെ മറ്റേ ബാലിക്കുട്ടിയൊക്കെ ഭയങ്കര മൊച്ചി മുളിയും തെറിയ.